ഞാൻ +1 പഠിക്കുമ്പോഴാണ് മൂവിയിൽ വന്നത്. അതിനു മുൻപ് വെറുതെ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയായിരുന്നു ഞാൻ. അല്ലാതെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ. പക്ഷേ സ്കൂളിൽ എനിക്ക് പഠിക്കുന്നതിനേക്കാളും താല്പര്യം ഡാൻസിനോടായിരുന്നു. അപ്പം ഞാൻ സ്കൂളിൽ ശരിക്കും പറഞ്ഞാൽ ഓരോ വർഷം തുടങ്ങുമ്പോഴും ആൾക്കാർ ഞാൻ ഇപ്രാവശ്യം നന്നായി പഠിക്കും, നല്ല റാങ്ക് വാങ്ങിക്കുന്നൊക്കെയാണ് ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാവുക. എൻ്റെ മനസ്സിലെന്ന് വെച്ചാൽ യൂത്ത് ഫെസ്റ്റിവൽ വരണം, ഈ ഡാൻസ് കളിക്കണം, ആ ഡാൻസ് കളിക്കണം, അങ്ങനത്തെയൊക്കെ ആയിരിക്കും എൻ്റെ മനസ്സിൽ. അപ്പോൾ ഒരുപാട് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആയിട്ടുള്ള പോകുന്ന ഒരാളായിരുന്നു. എൻട്രി എനിക്ക് തോന്നുന്നു എന്നേക്കാൾ നന്നായിട്ട് ഇപ്പോൾ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാൻ തോന്നുന്നുണ്ട്. കാരണം ഞാനിത് പറഞ്ഞപ്പോൾ ആൾക്കാർ ഇങ്ങോട്ട് പറഞ്ഞു തുടങ്ങി. ഇത് പിന്നെ എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ടായിരുന്നു, ബാലമുരളി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആളാണ് നമ്മളുടെ കഥ. അപ്പോൾ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ കമൽ സാറിൻ്റെ ഒരു മൂവി നമ്മൾ എന്നാണ് പേര്, അതിൽ 2 പുതുമുഖ നായകന്മാരും 2 പുതുമുഖ നായികമാരുമാണ്. അപ്പോൾ ഞാൻ തൃശ്ശൂർ ACV ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു മാസം 2 മാസം ചെയ്തിട്ടുള്ള നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് ഓൾറെഡി കലവൂർ രവികുമാർ ഉണ്ട്. അപ്പോൾ രവിചേട്ടനാണ് അതിൻ്റെ സ്ക്രിപ്റ്റൊക്കെ മറ്റേ നമ്മളുടെ. അപ്പോൾ രവിചേട്ടൻ ഈ പ്രോഗ്രാം കണ്ടിട്ടുണ്ട്. ഞാനീ പറഞ്ഞ പോലെ ഞാനിങ്ങനെ കളകള സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ രവിചേട്ടൻ ഓക്കെ കുട്ടി കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ട് അങ്ങനെ ഒരു ദിവസം പറഞ്ഞു, എന്തായാലും പുതുമുഖങ്ങളാണ് വേണ്ടത്, കമൽ സാർ തൃശ്ശൂരുണ്ട്, ഒന്ന് വന്ന് കാണാൻ പറഞ്ഞു. അങ്ങനെ ഞാനും അച്ഛനും കൂടിയിട്ട് കമൽ സാറിനെ കാണാൻ പോയി. അവിടെ ലൂസിയ പാലസ് എന്നൊരു ഹോട്ടലിൽ. അപ്പോൾ അവിടെ കമൽ സാറുണ്ട്. ഞാൻ ഫസ്റ്റായിട്ട് കമൽ സാറിനെ കാണുമ്പോൾ കമൽ സാർ ഇങ്ങനെ ഇരുന്നിട്ട് ജിഷ്ണു ചേട്ടനും സിദ്ധു ചേട്ടനും കഥ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക. ഞാനിങ്ങനെ വന്നു, വരൂ ഇരിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് കമൽ സാർ അവർ പോയി കണ്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, എന്താണ് പേര്, എന്ത് ചെയ്യണു, അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ ഇത് ഇത്ര വലിയൊരു ഡയറക്ടറാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് എന്നുള്ള ബോധമൊന്നും എനിക്കില്ല. ഞാനിങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ എൻ്റേതായിട്ടുള്ള കാര്യങ്ങളിൽ ഞാൻ ഭയങ്കര ബിസിയായിട്ട് ഞാൻ ഡാൻസ് ക്ലാസ്സിലേക്ക് പോവാണ്. ഇങ്ങനെ കമൽ സാർ ഞാനും കൂടി ഒന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും കണ്ടാൽ ഞാനെന്തോ കമൽ സാറിനെ ഓഡീഷന് വിളിച്ചിട്ട് സംസാരിക്കുന്ന പോലെയായിരുന്നു സംസാരം. ഞാൻ ഡാൻസ് ക്ലാസ്സിൽ പോവാണ്, ഞാൻ ഇന്ന ഡാൻസ് കളിക്കുന്നു, അപ്പം അങ്ങനെ ഇങ്ങനെ ഒരു കാര്യമില്ലാത്ത കുറേ കാര്യങ്ങൾ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം കമൽ സാറും വിചാരിച്ചിട്ട് ഇത് പ്രാന്താണോ എന്ന് വിചാരിച്ചിട്ട് കമൽ സാർ ഇരിക്കുന്നുണ്ടാവുക. അങ്ങനെ വർത്താനം അപ്പോൾ അച്ഛൻ ഇങ്ങനെ നോക്കുന്നുണ്ട്, ഇവിടെ എന്താ വീട്ടിലൊക്കെ വരുന്ന ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുന്ന പോലെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് കമൽ സാർ പറഞ്ഞു, ശരി മോള് ഇപ്പോൾ പോയിക്കോളൂ. കമൽ സാറിന് ശല്യം സഹിക്കാൻ വയ്യാതെ കമൽ സാർ പറഞ്ഞു, പോയി തരുമോ പ്ലീസ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയി. അപ്പോൾ എൻ്റെ മനസ്സിൽ അങ്ങനെ അതൊന്നുമില്ല. ഇപ്പോൾ ഓക്കെ നമ്മൾക്ക് സിനിമയിൽ വരും, സിനിമ കിട്ടും, അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസർ ഉണ്ട്, ഡേവിഡ് കാച്ചപ്പള്ളി. ഡേവിഡ് സാർ വിളിച്ചിട്ട് പറയണു, സിനിമയിൽ അഭിനയിക്കുന്നു കേട്ടോ, ഈ പടത്തിലുണ്ട് കേട്ടോ മോള് അപ്പോൾ ഞങ്ങൾ ഡേറ്റ് പറയാൻ വരണം. ഞാനിങ്ങനെ അങ്ങനെ അന്തം ഇങ്ങനെ ഷോക്ക് അടിച്ച പോലെ ഇങ്ങനെ ഇരിക്കുക. കാരണം സംസാരിക്കുമ്പോഴൊക്കെ ഭയങ്കര സംസാരമാവും, ഞാൻ സിനിമാ നടിയാവും അങ്ങനെ ഇങ്ങനെ. പക്ഷേ ഇത് സത്യമായി തുടങ്ങിയപ്പോൾ എനിക്ക് പേടിയായി തുടങ്ങി, എന്താ ഞാൻ ചെയ്യാൻ പോണേന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ പിന്നെ ഓക്കെ എന്ന് പറഞ്ഞു. ഞാനപ്പോഴും സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ തലേദിവസം വിളിച്ചിട്ടുണ്ട്, നാളെ ഷൂട്ടുണ്ടാവുന്നു. കിടുകിട് ഭയങ്കര ടെൻഷൻ. പക്ഷേ ഞാൻ എന്താ ചെയ്യാൻ പോണേന്ന് അറിയില്ല, എന്തൊക്കെയാവും ഒരു പിടിയില്ല. അപ്പം അതിനേക്കാൾ മുമ്പ് ഒരു മേക്കപ്പ് ടെസ്റ്റ് നടത്തിയപ്പോൾ അപ്പോൾ അതിനേക്കാൾ കോമഡിയാണ്. കാരണം ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോവാണ്, സോറി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ചാടയൊക്കെ കാണിച്ചിട്ട് ഞാൻ മേക്കപ്പ് ടെസ്റ്റിന് പോവാം. മേക്കപ്പ് ടെസ്റ്റ് പറയുമ്പോൾ നമ്മൾ സിനിമ നടി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഭയങ്കര ഒരു ഗ്ലാമർ സിനിമ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ പോകുന്നത്. ഇവരിട്ട് ബ്ലാക്ക് മേക്കപ്പ് ചെയ്യാൻ തുടങ്ങി. കറുപ്പിച്ച് നല്ല കറുത്ത കുട്ടിയാക്കി, മുഷിഞ്ഞ ഡ്രസ്സൊക്കെ തന്ന് മുടിയൊക്കെ ചുളിച്ച് ഭയങ്കര മോശമാക്കി. ഞാനെന്നിട്ട് ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് കണ്ണാടി നോക്കിയിട്ട് എനിക്ക് തന്നെ പേടി, ഇതെന്ത് ഇങ്ങനെ ഒരു രൂപം വെറുതെ തുടരുത് മേക്കപ്പ് ഇട്ട് തുടരുത്. എനിക്ക് സങ്കടമാവാൻ തുടങ്ങി, ഇതെന്ത് ഇങ്ങനെയൊക്കെ. അപ്പോൾ കമൽ സാർ വന്നിട്ട് ഭയങ്കര ഓക്കെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഭയങ്കര ചർച്ചയൊക്കെ. ഞാൻ വെച്ചു എന്തിനുള്ള പുറപ്പാടാണ്, എനിക്കൊന്നും മനസ്സിലാവണില്ല. ഞാൻ എന്നിട്ട് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ എനിക്ക് സിനിമയിലൊന്നും അഭിനയിക്കേണ്ട കേട്ടോ, നമുക്ക് പോവാം, കാരണം ഞാൻ ഭയങ്കര നടിയാവാന്നുള്ള രീതിയിലല്ലേ വന്നത്. അപ്പോൾ കമൽ സാറ് പറഞ്ഞു ഓക്കെ ഈ കുട്ടി കറക്റ്റാവും. അതോടുകൂടി ഞാൻ പോയി. ഞാൻ വിചാരിച്ചു ഇപ്പോൾ വേണ്ട, ഈ കുട്ടി വേണ്ടാന്ന് പറയുന്നത് അങ്ങനെ പറയണേന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ വിചാരിച്ചത്. കാരണം കറുത്ത മേക്കപ്പൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഈ കുട്ടി ഇപ്പം കറക്റ്റായി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര സങ്കടം പറഞ്ഞിരിക്കും. കമൽ സാറിന് പറഞ്ഞു, കാക്കത്തിക്കാവിലെ അപ്പൂപ്പന്താടികൾ എന്നുള്ള സിനിമ കണ്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അതിലെ രേവതീനെ പോലെ ഉണ്ട്, അങ്ങനത്തെ ഒരു നല്ല ക്യാരക്ടറാണ് കേട്ടോ ഇത് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിങ്ങനെ രേവതി കാക്കോത്തിക്കാവിലെ അപ്പൂപ്പന്താടികൾ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു ഇത്തിരി കുഴപ്പമില്ലല്ലോ എന്നുള്ള പോലെയായി. പിന്നെ ചെയ്തു തുടങ്ങിയപ്പോൾ എനിക്ക് ഇഷ്ടമായി. എത്തിയാ ഞാൻ അവിടെ കാത്തുനിന്നപ്പോഴൊന്നും വന്നില്ല, കടയിൽ അരി മേടിക്കാൻ പിടിക്കടാ. പക്ഷെ എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. കാരണം അവിടെ ലൊക്കേഷനിൽ വരുമ്പോൾ
എല്ലാവരും ജിഷ്ണു ചേട്ടൻ്റെ സിദ്ധു ചേട്ടൻ്റെയൊക്കെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കും, എന്നെ ആരും മൈൻഡ് ചെയ്യില്ല. പിന്നെ അതിനേക്കാൾ വലിയൊരു കോമഡി എന്നെ വിഷമിപ്പിച്ച് അപ്പം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഇപ്പം ആലോചിക്കുമ്പോൾ എനിക്ക് കോമഡിയാണ്. അന്ന് ഷൂട്ടിംഗ് കാണാനായിട്ട് ഇങ്ങനെ ചേരിയിൽ തന്നെ താമസിക്കുന്ന ഒരുപാട് പേര് വന്നു. അപ്പോൾ അതിലൊരു അമ്മൂമ്മ, ഒരു വയസ്സായിട്ടുള്ളൊരു സ്ത്രീ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് എൻ്റെ അടുത്ത് പറയാം, മോളെ വളരെ നന്നായി, നമ്മളെപ്പോലുള്ള ഒരാൾക്ക് ഇങ്ങനത്തേക്ക് ഒരു അവസരം വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ദൈവാനുഗ്രഹമുണ്ട്. ഞാൻ എന്ത് പറഞ്ഞ് സമാധാനിക്കും. അപ്പോൾ അവരുടെ വിചാരം ഞാനും അവരെ പോലെ ചേരിയിലുള്ള ഒരാളാണ്. ഞാൻ ശരിക്കും അവിടെ അല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ മുത്തശ്ശി അതൊന്നും കേൾക്കണേ ഇല്ല. അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ട്. ഇത് ഞങ്ങൾക്കൊക്കെ ഒരു അഭിമാനമാണ്. അപ്പോൾ എനിക്ക് സങ്കടമായിട്ട് പോയി. ഞാനപ്പോൾ എങ്ങനെയാ പറയാ, ഞാൻ അങ്ങനെയൊന്നും അല്ല, ഞാൻ വേറൊരു വീട്ടിൽ നിന്നാണ് വരുന്നത്, ഞാനിത് മേക്കപ്പ് ഒന്നും പറയാനും പറ്റില്ല. പരിമളത്തെ പറ്റി ചോദിച്ചോന്ന്? ഇല്ല ഇല്ല, ചോദിക്കില്ല. അല്ലെങ്കിൽ ഇവിടുന്ന് ഇറങ്ങിയാ പിന്നെ ഞങ്ങളൊന്നും വേണ്ടല്ലോ. വീട് കാവി കടന്നതിനും ഒന്നരാടം വന്ന് അടിച്ചു വൃത്തിയാക്കാനൊക്കെ കൂലി കിട്ടണം എനിക്ക്. സ്നേഹമില്ലാത്തവർക്ക് നമ്മളെന്തിനാ പരപരിചയണല്ലേടാ.